2 കൊല്ലത്തെ നമ്മൾ വീട്ടിൽ കയറില്ല എന്നാണ് പറയാൻ ഉള്ള അത്ര സാധനങ്ങളുണ്ട്. ഇതാ പോരാതെ ഇവിടെയുണ്ട് എൻ്റെ ഹാൻഡ് ബാഗ്, ഇഷിലുൻ്റെ ബാഗ് എല്ലാം ഉണ്ട്. ഇഷിലുൻ്റെ ടോയ് ഇഷിലു. ഞങ്ങളുടെ കുറേ നാളത്തെ ആഗ്രഹം കേട്ടോ സലാലയിൽ പോകണമെന്ന്. അതും റോഡ് ട്രിപ്പ് തന്നെ. അപ്പോൾ ഒരു 13-14 മണിക്കൂറുണ്ട് നിർത്തി പോകുമ്പോൾ. പക്ഷേ ഞങ്ങളത് ആസ്വദിച്ച് പോകാമെന്ന് വിചാരിച്ചു ഫാമിലി എല്ലാവരും കൂടിയിട്ട്. അപ്പോൾ ഞങ്ങൾ തലേ ദിവസം തന്നെ എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് വണ്ടി കയറ്റി വെച്ച് ഒരു 4:30 ഒക്കെ ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഞങ്ങൾ അലൈൻ ബോർഡർ വഴിയാണ് കിടക്കണത്. അപ്പോൾ ബോർഡർ എത്തണക്കാട്ടി മുന്നേ ഒരു അഡ്നോക്ക് കണ്ടു, ഒരു പെട്രോൾ സ്റ്റേഷൻ കണ്ടു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പെട്രോളൊക്കെ അടിച്ച് എയറൊക്കെ ചെക്ക് ചെയ്തിട്ട് കോഫിയൊക്കെ കുടിച്ച്. ഞങ്ങൾ രാവിലത്തെ ചായ ഒന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അഡ്നോക്കിന്ന് ഒയാസിസ് തന്നെ കോഫിയും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കഴിച്ചിട്ട് ഇവിടുന്ന് പോവാന്ന് വിചാരിച്ചു. എത്ര കിലോമീറ്റർ ഉണ്ട്? സിലോ മെസ്സിക്ക് തരുമോ? മെസ്സിക്ക് തരുമോ? ഇത് വലിയ ഒയാസിസ് അല്ല കേട്ടോ. അപ്പോൾ എന്താ പറയുക, മെഷീൻ കോഫീസൊക്കെ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് അവിടെ ഐസ്ക്രീം ഇങ്ങനെ വെച്ചിരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കോഫി അധികം കുടിക്കൂല, പിന്നെ പാൽ ചായയും കുടിക്കൂല. ഞാൻ പിന്നെയും കുടിക്കാമെന്ന് പറയുക സുലൈമാനും കുടിക്കും, വേറെ ഒന്നും ഞാൻ കുടിക്കണില്ല. അപ്പോൾ ഞാൻ വേറെയുള്ള വലിയ ഒയാസിലൊക്കെ ക്രോയിസൻ്റൊക്കെ കാണാറുണ്ട്. ഇവിടെ അതൊന്നുമില്ല, ഒരു ചെറിയ ഒയാസിസ് ആട്ടോ. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട ഒരു ഐസ്ക്രീം തിന്നാന്ന് വിചാരിച്ചു. കുറേ നേരം അതിൽ ഒന്നും തിന്നാണ്ടൊരു സുഖവുമില്ല. അപ്പോൾ ഞാൻ ഇഷിലുവിനെ കാണിച്ച് കൊതിപ്പിക്കണം കേട്ടോ. അമ്മ ഇത് ബില്ലടിക്കണേ, ഞാൻ പുറത്തു പോയി. നല്ല അന്തരീക്ഷം കണ്ടോ? എന്താ നമ്മുടെ വണ്ടി എടുക്കണം. നമ്മൾ എടുക്കാൻ പോകണമെന്നറിയോ? സലാല. ഇപ്പൊ ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ വീട്ടിലെത്തും. ഇവിടെ വെള്ളിയാഴ്ച അവധിയല്ല, നബിദിനത്തിന്റെ. അപ്പൊ ഞങ്ങൾ സലാലയിൽ പോകുന്നു. ആരുമില്ല, നല്ല അന്തരീക്ഷം. 6:15 സമയം തോന്നുന്നുണ്ട്. കണ്ട നേരം വൃത്തിയുള്ള ക്രോക്സത്തേക്ക്. അപ്പോൾ ലോങ് ഡ്രൈവായ കാരണം ഞങ്ങൾ എയറൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു. പിന്നെ വണ്ടിയുടെ ഡിക്കിയിൽ കുറേ സ്നാക്സുകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ വല്ലാണ്ട് കഴിക്കാത്ത കാരണം അതൊക്കെ വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ വല്ല നല്ല റെസ്റ്റോറൻറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് കഴിക്കാമെന്ന് വെച്ചു. എന്തായാലും മറ്റേ ഇന്ത്യൻ ഫുഡൊന്നും കിട്ടില്ല എന്നറിയാം. അപ്പോൾ പോണ വഴിയിൽ വല്ല സാൻഡ്വിച്ച് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതുവരെ മോള് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇടയ്ക്കൊന്ന് കിടന്നുറങ്ങും, ഇടയ്ക്ക് എണീക്കും, ഇതൊക്കെ ആയിട്ടുണ്ടെങ്കിൽ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു ആളെ കുറിച്ചിട്ട്. ആളിതുവരെ ഒന്നും കുഴപ്പവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ബോർഡർ എത്തി. ബോർഡർ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം ഞങ്ങൾ ബുധനാഴ്ചയെ പോയത് മോർണിംഗ്. അപ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെയും തിരക്കുണ്ടാവും വെള്ളിയാഴ്ച എന്ന് പറയാം. അപ്പോൾ ഇന്ന് വലിയ തിരക്കില്ലാത്ത കാരണം ഞങ്ങൾ പ്രൊസീജിയേഴ്സൊക്കെ വേഗം തന്നെ കഴിഞ്ഞ് ഞങ്ങൾ ബോർഡർ കടന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അടുത്ത സ്റ്റെപ്പായിട്ട് നോക്കണം, സിം എടുക്കണം എന്നാണ്. ഫസ്റ്റ് കാണുന്നൊരു പെട്രോൾ സ്റ്റേഷനിൽ ഞങ്ങളൊരു സൂപ്പർ മാർക്കറ്റ് കണ്ടു. അപ്പോൾ അവിടുന്ന് സിം എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടുന്ന് സിമ്മും കിട്ടി. ഇനി അടുത്തത് ഞങ്ങൾ നോക്കണത് ഒരു നല്ലൊരു കോഫി ഷോപ്പ് കണ്ടപ്പോൾ ഞങ്ങൾ അവിടുന്ന് 4 റോളും 3 ചായയും വാങ്ങിച്ചു. പിന്നെ അവൾക്ക് ഫുഡും കൊടുക്കാമെന്ന് വിചാരിച്ചു. അവൾക്ക് ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സാൻഡ്വിച്ച് വെച്ചാൽ ഫില്ലിങ് കുറച്ച് കുറവാണ്, എന്നാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ അവൾക്ക് ഫുഡൊക്കെ കൊടുത്ത് അവളെ വാഷ്റൂമിലൊന്ന് മേലെ ഏൽപ്പിച്ച് അവളൊന്ന് ഫ്രഷ് ആക്കിച്ച്. കാരണം ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ മേത്ത് അവിടെ ഇവിടെ ഒക്കെ തേക്കുമല്ലോ. 11:30 ആയിട്ടുണ്ട്. ഇപ്പം ഇങ്ങനത്തെ ചിപ്സും സാധനങ്ങളൊക്കെ തിന്ന് ഇത്തിരി വയറ് നിറച്ചു. അപ്പോൾ കുറേ ക്ലിപ്സൊന്നും ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടില്ല, കാരണം ഇനിയൊരു 5 മണിക്കൂർ ഇതുപോലത്തെ ഒരു വഴി തന്നെയാണ് കേട്ടോ. 2 സൈഡിലും മണലും, വേറെ ഒന്നും കാണാനില്ല. കുറേ കഴിഞ്ഞപ്പോൾ കുറച്ചൊക്കെ ബോറടിച്ചു തുടങ്ങി. ഒന്നും കാണാനില്ലല്ലോ, ഇതന്നെയല്ലേ കാണുന്നുള്ളത്. പിന്നെ വരുന്നത് ഓപ്പോസിറ്റ് വണ്ടിയും പിന്നെ ഉണ്ടാവുക പെട്രോൾ സ്റ്റേഷനാണ്. പെട്രോൾ സ്റ്റേഷൻ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും നിർത്തും, എന്തെങ്കിലും കുടിക്കുകയോ എന്തായാലും വാഷ്റൂം യൂസ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും.
ഒരു ട്രെയിലറിന്റെ മുകളിലൊരു ട്രെയിലറും വേറെ കാറും. സുഖവാസത്തിനാന്നുള്ളത്. എങ്ങനെയുണ്ട് ഇതുവരെ ഓടിയതില്? കുറേ കഴിഞ്ഞപ്പോൾ ഇരുന്നിരുന്നത് ഞങ്ങൾക്ക് ബോറടിച്ചു തുടങ്ങി. പിന്നെ ഞങ്ങൾ എന്തായി കുറേ ചോദ്യം ചോദിച്ച് കളിക്കും, കുറേ പാട്ടുപാടി കളിക്കും, അങ്ങനെ ഓരോന്നൊക്കെ ആയി. കുറേ പേരൊക്കെ ഒന്ന് കുറച്ച് കിടന്നുറങ്ങും. അമ്മയ്ക്ക് കിടന്നുറങ്ങിയിട്ടില്ല കേട്ടോ. അമ്മയ്ക്ക് അവിടെ എത്തണ വരെ വണ്ടി ഓടിക്കുന്നതായിരുന്നു. ഇടയ്ക്കൊന്ന് വാപ്പ ഓടിക്കും, പിന്നൊക്കെ അമ്മയ്ക്ക് തന്നെ ഇരുന്ന് ഓടിച്ചെന്ന് കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്രണ്ടിലിരുന്നു കേട്ടോ, വാപ്പ ബാക്കിലും ഇരുന്ന്. അപ്പോൾ മോൾക്കും ഞാൻ ഫ്രണ്ടിൽ കയറി ഇരുന്നപ്പോൾ അവൾക്കും വരണം. അപ്പോൾ അവളെ കുറച്ചേരം ഇരുത്തി. ക്യാമറ ഒന്നും ഇല്ലാത്ത കാരണം അവളും കുറച്ചേരം ഇരുന്നു. ആണ്ട് കുറേ മണിക്കൂറായിട്ട് ഞങ്ങൾ കണ്ടുകൊണ്ട് കാഴ്ച ഇത് കണ്ട് കണ്ട് കുറച്ച് ബോറിങ് ഉണ്ട്. എന്നാലും ഇനിയും സലാലെത്താൻ ഏകദേശം ഒരു 6 hours എങ്കിലും ഉണ്ടാവും. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ലൊരു മന്തി ഷോപ്പ് കണ്ടു. റിവ്യൂ ഒക്കെ നോക്കിയപ്പോൾ നല്ല റിവ്യൂ ഉണ്ട്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് തന്നെ കഴിക്കാമെന്ന് വെച്ചു. കാരണം ഞങ്ങൾ കഴിക്കുമ്പോൾ ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇനി രാവിലെ ലേറ്റായിട്ടൊക്കെ കഴിച്ച കാരണം ഉച്ചക്ക് നമുക്കിപ്പോൾ നല്ല വിശപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം മജ്ലിസ് ഓപ്ഷനാണ് അവിടെ അധികം ഉള്ളത്. പക്ഷെ ഞങ്ങൾ ടേബിൾ സർവീസ് എടുത്തത്. കാരണം ഇക്കാക്കും വാപ്പാക്കും വലിയ താല്പര്യമില്ല മജ്ലിസ്. അപ്പം ഞങ്ങൾ ടേബിൾ സർവീസാണ് ഞങ്ങൾ എടുത്തത്. ഫുഡ് തരുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. കാരണം രാവിലെ തിന്ന് ലൈറ്റായിട്ടായ കാരണം ഭയങ്കര വിശപ്പായിരുന്നു. അപ്പോൾ തിന്ന് കഴിഞ്ഞപ്പോൾ എനിക്കിത് ഓർമ്മ വന്നത്, വീഡിയോ എടുത്തില്ലല്ലോ എന്ന്. മോൾക്ക് അതിന് ഇത്തിരി ചോറ് ഞാൻ അതിന് തന്നെ കൊടുത്തു കേട്ടോ. അധികം എരിവില്ലാത്ത കാരണം അവളതിൽ നന്നായി തിന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു അവൾക്ക് കുറുക്ക് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ വണ്ടിയിൽ ഗ്യാസ് സ്റ്റൗവൊക്കെ ഉണ്ട്. അപ്പോൾ അവളെ പാത്രവും റാഗിപ്പൊടിയെല്ലാം ഞാൻ കൊണ്ടുവന്നുണ്ട്. അപ്പോൾ വണ്ടിയിൽ വെച്ചിട്ട് തന്നെ ഞാൻ അവൾക്ക് കുറുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ചൂടായിട്ട്. അപ്പോൾ ഒരു 4 മണിയൊക്കെ ആയപ്പോൾ ഒരു കോഫി ഷോപ്പ് കണ്ടു കേട്ടോ, മെഷീൻ കോഫി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കോഫിയൊക്കെ കുടിച്ചൊന്ന് ഉഷാറായിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇനിയൊരു 3 മണിക്കൂറോളം ഉണ്ട് ഇനി. അപ്പോൾ അവരൊക്കെ ഇക്കയും ഉമ്മയൊക്കെ കോഫി പറഞ്ഞ്, ഞാനൊരു മുഹിത്തോ പറഞ്ഞു. ചായ അല്ല, ചായ അല്ല, കോഫി. നല്ലൊരു മൊജിറ്റോട്ടോ പറഞ്ഞത്. കാരണം എനിക്ക് കോഫി കുടിക്കാൻ വലിയ താല്പര്യമില്ലാത്ത കാരണം ഞാൻ വിചാരിച്ചു തണുത്ത വെള്ളം കുടിക്കുക. കാരണം നല്ല ചൂടായ കാരണം തണുപ്പുള്ള കുടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാനും മോളും കുറച്ച് ഫ്രണ്ടിൽ നിന്നിട്ട് ഡാൻസ് കളിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഏകദേശം സ്ഥലം എത്താനായി. അപ്പോൾ ചെറിയ മഴയൊക്കെ കിട്ടി തുടങ്ങിയിട്ട്, കോടൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. സ്ഥലം എത്താനായി എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിന് കുറച്ച് സമാധാനമായി. കാരണം ഇത്രയും ദൂരം യാത്ര ചെയ്തിട്ട് സിറ്റിയൊക്കെ കണ്ടപ്പോൾ ഒരു ചെറിയ സമാധാനമായി. അപ്പോൾ ഇന്ന് എവിടെയും പോകുന്നില്ല. ഇന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ ഒരു റൂം എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് പോകാമെന്ന് വിചാരിച്ചു. മോൾക്ക് തുപ്പിട്ട് എൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അതാണ് അവൾ വലിച്ചൂരാനൊക്കെ നിൽക്കുന്നത്. കാരണം ചെറിയ തണുപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളിന്ന് ഓർഡർ ചെയ്തേക്കണത് സൂപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഒരു പ്ലേറ്റ് ചിക്കൻ ഗ്രിൽഡും തിക്ക. പിന്നെ ഞാനും കേട്ടോ ഓർഡർ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഞങ്ങൾ ഉദ്ദേശിച്ച അത്ര നന്നായിട്ടില്ല ഫുഡ്. കാരണം ഫുൾ കളറാണ് തിക്കയുമൊക്കെ.
ഗ്രീൻ കളറുള്ളതെന്നൊക്കെ ഭയങ്കര കളറ് ഫുഡ് കളർ ചേർത്തേക്കണത്. ഞങ്ങൾ വല്ലാണ്ട് ഫുഡ് കളർ യൂസ് ചെയ്യാത്ത കാരണം തിന്നാനും വല്ലാണ്ട് തോന്നിയിരുന്നില്ല. മോൾക്ക് അതിൽ നിന്ന് ഞാൻ കുബൂസൊക്കെ തിന്നാൻ കൊടുത്തിട്ട് പിന്നെ വിചാരിച്ചു വീട്ടിൽ പോയിട്ട് അവൾക്ക് ഫുഡ് ഉണ്ടാക്കി വല്ല സെർലാക്ക അങ്ങനെ എന്തെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നേരെ ഇനി റൂമിലേക്കാട്ടോ. ഞങ്ങൾ ഇവിടെ ഒരു ഫർണിച്ചറായ ഒരു 2 ബെഡ്റൂം ഫ്ലാറ്റ് എടുത്തേക്കണത് ഒരു 4 ദിവസത്തിന്. അപ്പോൾ ഇനി നേരെ ഞാൻ റൂമിൽ കാണട്ടെ. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ.